ഹലോ ഗൈസ്, അപ്പം വെൽക്കം ബാക്ക് ടു ഇവിടുത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് ഉണ്ട് കേട്ടോ, എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നതിന്. നമ്മൾ ഓൾമോസ്റ്റ് വി ആർ നിയറിങ് 1000 സബ്സ്ക്രൈബേഴ്സ്. ഐ എം വെരി ഹാപ്പി. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഇക്സോറ, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ ചെത്തി എന്ന് പറയുന്ന ഒരു പ്ലാന്റിനെ പറ്റിയാണ്. ഒരുപാട് വെറൈറ്റീസ് ഉള്ള ഒരു സൂപ്പർ ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ശരിക്കും ഒത്തിരി മെയിൻ്റെനൻസിനൊന്നും സമയം കണ്ടെത്താൻ പറ്റുന്നില്ല, പക്ഷെ നിറയെ പൂക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ ചെത്തി, അല്ലെങ്കിൽ ഇക്സോറ എന്ന് പറയുന്ന പ്ലാന്റ്. ഇതിനൊരു വെസ്റ്റ് ഇന്ത്യൻ ജാസ്മിൻ എന്നൊക്കെ ഒരു ചെല്ലപ്പേരൊക്കെ ഉണ്ട്. ക്ലസ്റ്റർ ഓഫ് ഫ്ലവേഴ്സ് ആയിരിക്കും, കുറേ ഇങ്ങനെ ബണ്ടിൽ ഓഫ് ഫ്ലവേഴ്സ്, എന്നിട്ട് അതിൽ 4 പെറ്റൽ ആയിരിക്കും. അങ്ങനത്തെ ഒരു ഫ്ലവറാണ്. പല കളർ ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് വെറൈറ്റി ഉണ്ട്, ഒരു റെഡ് ഓറഞ്ച് മിക്സ് ഉണ്ട്, ഒരു മഞ്ഞയുണ്ട്. ഇത്രയും കളറാണ് എൻ്റെ കയ്യിൽ ഇപ്പം പ്രസന്റ്ലി ഉള്ളത്. ഇനി നമുക്ക് സോയിൽ പറയാം. സോയിലിനെ പറ്റി അധികം ഒന്നും പറയാനില്ല. കാരണം ഒരു സ്ലൈറ്റ്ലി ഒരു ആസിഡിക് സോയിലാണ് ആൾ പ്രിഫർ ചെയ്യുന്നത്. വലിയ ഡിമാൻഡ്സ് ഒന്നും ഇല്ല, പക്ഷേ ഡ്രെയിനേജ് ഉള്ള സോയിലായിരിക്കണം. ക്ലോഗി ആവരുത്, അതായത് കട്ട പിടിച്ച് ഇങ്ങനെ നിൽക്കുന്ന വെള്ളം അതിനകത്ത് കെട്ടി നിൽക്കുന്ന ഭാഗത്തിനാവരുത് സോയിലിനേ ഉള്ളൂ. അത്യാവശ്യം ഇളക്കമുള്ള മണ്ണ്. നമ്മളുടെ ഗാർഡൻ സോയിൽ ഉപയോഗിച്ചാൽ മതിയാകും. കുറച്ച് ചകിരിച്ചോറ് വല്ലതും മിക്സ് ചെയ്ത് അതിനകത്തേക്ക് നമ്മൾ സാധാരണ മിക്സ് ചെയ്യുന്നത് പോലെ നമ്മളുടെ വേപ്പിൻ പിണ്ണാക്കോ കടല പിണ്ണാക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫെർട്ടിലൈസർ മിക്സ് ചെയ്ത്, അല്ലെങ്കിൽ കമ്പോസ്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആ കമ്പോസ്റ്റ് ഒക്കെ മിക്സ് ചെയ്ത് സാധാരണ നോർമലി നമുക്കൊരു സോയിൽ അല്ലെങ്കിൽ ഒരു പോട്ടിംഗ് മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കാം. ഇനി വാട്ടറിംഗ് എന്ന് പറഞ്ഞാൽ ആൾക്ക് ഭയങ്കരമായിട്ട് ആൾക്ക് ഒരുപാട് വെള്ളം വേണം. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ്. മോയിസ്റ്റ് ആയിരിക്കണം എപ്പോഴും, പക്ഷേ ക്ലോഗി ആവാൻ പാടില്ല. അതായത് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗത്തിന് നമ്മൾ ഒരിക്കലും വെള്ളം ഒഴിക്കാൻ പാടില്ല. നമുക്ക് ഈസിലി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമ്മളുടെ തമ്പ് റൂൾ ഓഫ് തമ്പ്. നമുക്ക് അതായത് നമ്മളെ വിരലിൽ ഇങ്ങനെ 2 വിരൽ കൊണ്ട് ഇത് പിച്ചി എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒന്ന് ഞെരിക്കുമ്പോൾ അതിങ്ങനെ ഒരു പൗഡറി ഫോമിലാണെങ്കിൽ തീർച്ചയായിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഡ്രൈ ആവരുത് ഇതിന്റെ ചൂട്, അതാണ് ഇതിന്റെ പ്രത്യേകത. അതാണ് നമ്മൾ വാട്ടറിങ് ശ്രദ്ധിക്കേണ്ടത്. സമ്മർ സീസണിലാണെങ്കിൽ നിറയെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി പ്രൊപ്പഗേഷൻ മെയിൻലി നമുക്ക് 2 രീതിയിൽ പ്രൊപ്പഗേറ്റ് ചെയ്യാം. ഇതിന്റെ സ്റ്റെം കട്ടിങ് ഉപയോഗിച്ച് പ്രൊപ്പഗേറ്റ് ചെയ്യാം, അല്ലാതെ നമുക്ക് ഇതിന്റെ സീഡ് യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള മെത്തേഡ്, അല്ലെ ഈസിയസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെം കട്ടിങ് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഏത് വെറൈറ്റിയുടെ ആണെങ്കിലും സ്റ്റെം കട്ടിങ് എടുക്കുക, എന്നിട്ടൊരു സ്ലൈറ്റ്ലി അതിങ്ങനെ ഒരു സ്ലൈഡ് ചെയ്യുന്ന പൊസിഷനിൽ അതിന്റെ നോഡിന്റെ താഴെ വെച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ഇതുപോലെ സ്റ്റെം കട്ടിങ് എടുക്കുമ്പോൾ മിനിമം ഒരു 5 നോട്ട്സ് എങ്കിലും ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ള സ്റ്റെം കട്ടിങ് എടുക്കുക. കാരണം നമുക്കൊരു 2 നോട്ട്സ് എങ്കിലും മണ്ണിനടിയിലേക്ക് പോകുന്ന രീതിയിൽ വേണം ഇറക്കി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. ഞാൻ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു ദ്വാർഫ് വെറൈറ്റി ഉണ്ട്, അതായത് നിറയെ ഉണ്ടാകുന്ന, നമുക്ക് ഈ വേലി പോലെ വെച്ച് കൊടുക്കാനൊക്കെ പറ്റുന്ന അങ്ങനത്തെ ഒരു വെറൈറ്റിയാണ് ഈ ദ്വാർഫ് വെറൈറ്റി. അപ്പോൾ ആ ദ്വാർഫ് വെറൈറ്റി ഞാൻ ഇതേപോലെ ഓൾറെഡി ഒരു 2-3 മന്ത്സിന് മുന്നേ കിളിർപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനൊരു 10 to 15 or 20 അത്രയും കട്ടിങ്സ് വെച്ചിട്ട് എനിക്കൊരു 10 കട്ടിങ്സ്, 8 or 10 കട്ടിങ്സ് നമുക്ക് കിളിർത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. റൂട്ട് ഹോർമോൺസ് ഒന്നും ആവശ്യം ഇല്ല, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത് നമ്മുടെ കേരളയുടെ ക്ലൈമറ്റിന്റെ പ്രത്യേകതയാണോ എന്ന് അറിയത്തില്ല. ആവശ്യത്തിന് വെയിൽ മഴയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വേഗം കിളിർത്ത് കിട്ടും ഇങ്ങനത്തെ സ്റ്റെം കട്ടിങ്സ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ട്രൈ നോക്കാം. ഇനി പഴമാണ്, അല്ല ഇതിന്റെ ചെത്തിപ്പഴം എന്ന് നമ്മൾ പറയും കേട്ടോ. നമുക്കത് കഴിക്കാൻ പറ്റും, നമ്മളിവിടെയൊക്കെ അത് കഴിക്കാറുണ്ട്. അപ്പം ഇവ നിലവിലില്ലാത്തതുകൊണ്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ചെത്തിപ്പഴമാണ്, അല്ലെ സീഡാണ് നമ്മൾ കളക്ട് ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഫ്ലഷ് പോർഷൻ ഉണ്ട് പൊക്കത്തിലത്തെ, അത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ആ സീഡ് ഒന്ന് വെള്ളത്തിൽ തലേദിവസം ഇട്ട് വെച്ച് പിറ്റേ ദിവസം ഒന്ന് ഇട്ടാൽ മതി. പക്ഷെ അത് കുറച്ചും കൂടെ സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്, കുറച്ചും കൂടെ താമസമാണ്. നമുക്ക് സിമിലർ പ്രോപ്പർട്ടി ഉള്ള ഒരു പ്ലാന്റ് കിട്ടണമെങ്കിൽ എപ്പോഴും ഞാൻ പറയുന്നത് നിങ്ങൾ സ്റ്റെം കട്ടിങ് ഉപയോഗിച്ച് അത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ ചെയ്യുക. അപ്പോൾ ഒരു പ്ലാന്റ് മതി, നമുക്ക് ഒരുപാട് സിമിലർ ആയിട്ടുള്ള പ്ലാന്റ്സ് വേഗം പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയും കൂടിയാണ് ചെത്തി. ഇനി ടെമ്പറേച്ചറിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ആൾക്കൊരു 6 to 8 hours ഫുൾ സൺ വേണം. അതായത് നല്ല സൂര്യപ്രകാശം ഉള്ളിടത്ത് നിന്നാൽ മാത്രമേ ഉള്ളൂ ചെത്തിയിൽ പൂവുണ്ടാകത്തുള്ളൂ. ഇതെന്റെ ഈ ചെത്തിയൊക്കെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല ചെത്തിയും നല്ല തണലത്തായിപ്പോയി. അതായത് നമ്മൾ നേരത്തെ, അതായത് ഈ വീട് വെച്ച സമയത്താണ് നമ്മൾ കേട്ടോ ഈ ചെത്തിയൊക്കെ വെച്ച് പിടിപ്പിക്കുന്നത്. പക്ഷേ അതിന് ശേഷം വെച്ച മാവൊക്കെ വളർന്നങ്ങ് പൊങ്ങിയപ്പോഴത്തേക്ക് നമ്മളുടെ ഈ ചെത്തിക്ക് വേണ്ടത്രയും വെളിച്ചം കിട്ടാതായി. അതുകൊണ്ട് തന്നെ അതിൽ ഫ്ലവേഴ്സ് ഉണ്ടാകുന്നത് കുറഞ്ഞു. ഈ ചെത്തിയൊക്കെ കണ്ടോ, ആ ഒരു മരങ്ങളുടെ ഇടയിലേക്ക് പെട്ടുപോയി. നല്ല കളറിൽ ഒരു ഓറഞ്ച് റെഡ് കളറിലെ മിക്സ് ആണ് കേട്ടോ ആ ചെത്തിയുടെ ഇത്. ഇനി ഞാൻ കാണിക്കുന്നത് ഈ വെറൈറ്റി ഒരു യെല്ലോ കളറിലെ ഫ്ലവറാണ്. പക്ഷെ അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഷെയ്ഡിലായി പോയതുകൊണ്ട് ഫ്ലവർ ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പതുക്കെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കണം. ഇനി ഫെർട്ടിലൈസിങ് വലിയ ഫെർട്ടിലൈസിങ് ഒന്നും വേണ്ട. സ്ലോ റിലീസ് ചെയ്യുന്ന പെല്ലറ്റ്സ് ഒക്കെ നമുക്ക് ഇതിന് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന NPK ഉപയോഗിക്കാം,
അല്ലെങ്കിൽ നമ്മളുടെ മറ്റേ DAP ഉപയോഗിക്കാം. സ്ലോ റിലീസിങ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് വേണം യൂസ് ചെയ്യാൻ. പിന്നെ നന്നായിട്ട് പ്രൂൺ ചെയ്തും കൊടുക്കണം. ഇത്രയൊക്കെ ചെയ്താൽ ചെത്തി നന്നായിട്ട് വളർന്നു കിട്ടും. സോ ഇതൊക്കെ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലിയ കാര്യമാണ്. ശരിക്കും പുതിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ടാണ്. അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ഇവിടുത്തെ വിശേഷങ്ങൾ.